ഹലോ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് 6 വഴുതന വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം നടുഭാഗം കട്ട് ചെയ്ത് വീണ്ടും 3 ഭാഗങ്ങളാക്കി വീണ്ടും ചെറുതായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നന്നായി കുഴച്ച് വെക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കാണും. അതായത് ഇതിന്റെ കറയാണ്, അത് ഉപയോഗിക്കരുത്, അത് കളയുക. ശേഷം അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ വഴുതന ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് പരത്തി വെച്ചു കൊടുക്കുക. എന്നാലാണ് അത് നന്നായിട്ട് ഫ്രൈ ആവുള്ളൂ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെറുതീയിൽ കിടന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി മെല്ലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പച്ചമുളക്, വേപ്പില കൂടി ചേർത്ത് ഇളക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് ഇളക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇവ രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഒന്ന് കരിയാൻ സാധ്യതയുണ്ട്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ വഴുതന ഫ്രൈ തയ്യാറായിരിക്കുകയാണ്. നല്ല രുചിയാണ്. അപ്പം നമ്മൾ ചോറെടുത്തു, അതിലേക്ക് നമ്മുടെ വഴുതന ഫ്രൈ ചേർത്തു. ഇനി നല്ല രുചിയോടെ കൂടി കഴിക്കാം.